ഈ ഒരു സ്റ്റിക്കിന് റേറ്റ് വരുന്നത് 20 രൂപയാണ്. 2 സ്റ്റിക്ക് മേടിച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ക്വാർട്ടർ ചിക്കൻ ചില്ലിക്ക് സമാനമാണ് എന്നുള്ളതാണ്. 2 ചേച്ചികൾ മസാലയിൽ പൊതിഞ്ഞ ആ ഒരു ചിക്കൻ ഇങ്ങനെ സ്റ്റിക്കിൽ കോർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു സ്റ്റിക്ക് നേരെ ഇപ്പുറത്ത് ചുടാൻ വെച്ചിട്ടുള്ള ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അതിന് കൂടെ കൊടുക്കാനായിട്ടുള്ള പല സാധനങ്ങളും ഇങ്ങനെ പാത്രത്തിൽ കട്ടിങ് ചെയ്തിട്ടൊക്കെ വെച്ചതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തിനെ അറിയപ്പെടുന്നത് കബാബ് എന്നുള്ള രീതിയിലാണ്. നമ്മുടെ നാട്ടിലെ കരി ഉണ്ടല്ലോ, അൽഫാമൊക്കെ ചുടുന്ന കരി, അതുപോലത്തെ മരക്കരി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇതിങ്ങനെ ചുട്ടെടുക്കുന്നത്. ഇതിങ്ങനെ തയ്യാറാക്കുന്നത് കാണാൻ തന്നെ വളരെ ഒരു രസകരമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷേ അതിൻ്റെ അടിയിൽ നിന്നും ഉയരുന്ന ആ ഒരു തീ ഉണ്ടല്ലോ, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കനലിൽ വേണം ഇതിങ്ങനെ ചുട്ടെടുക്കാൻ, എങ്കിലേ മീറ്റിലേക്ക് കരി കാര്യങ്ങൾ, പിന്നീട് മീറ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇങ്ങനെ തീ പടർന്ന ആളിലേക്ക് വെച്ച് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ കരി കാര്യങ്ങളൊക്കെ അതിലേക്ക് പിടിക്കാനും ഒരുപാട് രോഗങ്ങൾ വരാനുമുള്ള ചാൻസ് ഉണ്ട്. ഇവിടുത്തെ രീതികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഓപ്പൺ പ്ലേസിലാണ്, അത് വേറൊരു സിറ്റുവേഷൻ. ഇങ്ങനെയുള്ള ചെറുകിട കച്ചവടങ്ങളെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്കെല്ലാം തന്നെ ഒരു നിശ്ചിത തുകയും ഈടാക്കുന്നുണ്ട് ഡെയിലി റെൻ്റായിട്ട്. മിനിമം 50 രൂപ മുതലാണ് ഓരോ കൗണ്ടറിനും സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് എന്തുമാത്രം വരുമാന സാധ്യതയും കൂടിയാണ് ഈ ഒരു സംഭവം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.